ഗാനഗന്ധർവൻ യേശുദാസിന്റെ ഗാനങ്ങൾ കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളികൾക്കുണ്ടാവില്ല. നമ്മുടെയൊക്കെ ജീവവായു പോലെ തന്നെയാണ് ദാസേട്ടന്റെ ഗാനങ്ങൾ. പക്ഷേ യേശുദാസ് പാടിയ ചില ഗാനങ്ങളിൽ ഗന്ധർവൻ എന്ന വാക്കിന് പകരം അദ്ദേഹം ഗന്ധർവൻ എന്ന് പാടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? യേശുദാസ് ഗന്ധർവൻ എന്ന് പാടിയ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ദേവി എന്ന പാട്ടിലെ ഈ വരി ഒന്ന് കേട്ടു നോക്കൂ. ഈ ഗാനത്തിൽ മാത്രമല്ല, പരിണയം എന്ന സിനിമയിലെ 5 ശരങ്ങളും എന്ന ഗാനത്തിലും ഗന്ധർവൻ എന്ന വാക്കിന് പകരം ഗന്ധർവൻ എന്ന് തന്നെയാണ് യേശുദാസ് പാടിയിരിക്കുന്നത്. പക്ഷേ ഗന്ധർവൻ എന്ന് തന്നെ വ്യക്തമായി യേശുദാസ് പാടിയ ഗാനങ്ങളും മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പഞ്ചവൻകാട് എന്ന സിനിമയിലെ കള്ളിപ്പാലുകൾ പൂത്തു എന്ന പാട്ടിലെ ഈ വരികളൊന്ന് കേട്ടു നോക്കാം. ഗന്ധർവന്മാർ ഭൂമിയിൽ ഗന്ധർവന്മാർ കസ്തൂരിമാൻ മിഴി മലർ ശരം പെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ഈ പാട്ടിൽ യേശുദാസ് ഗന്ധർവൻ എന്ന് വ്യക്തമായി തന്നെ പാടിയിട്ടുണ്ട്. മാളൂട്ടി എന്ന സിനിമയിലെ മൗനത്തിൽ ഇടനാഴിയിൽ എന്ന ഗാനത്തിൽ ഗന്ധർവൻ എന്ന വാക്ക് യേശുദാസ് എങ്ങനെയാണ് പാടിയിരിക്കുന്നതെന്ന് നോക്കാം. ഗന്ധർവ ക്ഷേത്രം എന്ന സിനിമയിലെ വസുമതി എന്ന ഗാനത്തിലും യേശുദാസ് ഗന്ധർവൻ എന്ന് വ്യക്തമായി തന്നെയാണ് പാടിയിരിക്കുന്നത്. കർണാടക സംഗീതത്തിൽ ഇർ എന്ന വാക്കിന് പകരം ഇഴ് എന്ന് പലരും ഉപയോഗിക്കാറുണ്ട്. അതിന് കാരണം കേൾവി സുഖവും ഒഴുക്കും നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ യേശുദാസ് ഗന്ധർവൻ എന്ന് പാടുന്നതും കേൾക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പോൾ ഗന്ധർവൻ എന്ന് പാടിയാലും ഗന്ധർവൻ എന്ന് പാടിയാലും മലയാളികൾക്ക് യേശുദാസ് ഗാനഗന്ധർവൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും പാട്ടുവിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പാട്ടുപാടി വന്നു